ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് സൈക്കോളജി. ആദ്യത്തെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വന്നിട്ടുണ്ട്. ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് സൈക്കോളജി. അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി, സ്റ്റെബിലിറ്റി വേഴ്സസ് ചേഞ്ച്, നേച്ചർ വേഴ്സസ് നർച്ചർ. ആദ്യത്തെയാണ് കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി. Developmental psychologists who advocate the continuous model describe development as a relatively smooth process without sharp or distinct stages through which an individual must pass. Developmental psychologist എന്താണ് പറയുന്നത്? കണ്ടിന്യൂസ് മോഡൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടുണ്ടല്ലോ, കണ്ടിന്യൂസ് മോഡലും ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് മോഡലും ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് മോഡൽ സപ്പോർട്ട് ചെയ്യുന്ന ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെവലപ്മെൻറ്റ് ആസ് എ റിലേറ്റീവ്ലി സ്മൂത്ത് പ്രോസസ്സ്, ഒരു സ്മൂത്ത് പ്രോസസ്സാണ്. അതിന് ഷാർപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ മസ്റ്റ് പാസ്, ഓരോ ഇൻഡിവിജ്വലും മസ്റ്റ് പാസ് ചെയ്ത് പോകേണ്ട ഒരു പ്രോസസ്സാണ്, ഒരു സ്മൂത്ത് പ്രോസസ്സാണ് കണ്ടിന്യൂസിലുള്ളത് എന്നാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഈസ് കൺസീവ്ഡ് ആസ് ഓഫ് എ പ്രോസസ് ഓഫ് ദ ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് എ ബിഹേവിയർ, സ്കിൽ ഓർ നോളജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താണ് പറഞ്ഞത്? ഈ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നത് ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് എ ബിഹേവിയർ, സ്കിൽ ഓർ നോളജ്. അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വളർത്തിയെടുക്കുകയാണെന്നാണ് പറയുന്നത്. ബിഹേവിയർ ആയാലും സ്കില്ലായാലും നോളജ് ആയാലും അതിങ്ങനെ ഗ്രാജുവൽ ആയിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരിക. കുറേശ്ശെ ഇങ്ങനെ കുന്നുകണക്കിന് ഇങ്ങനെ കൂടി അങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നാണ് കണ്ടിന്യൂറ്റി മോഡൽ പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് പറയുന്നത്. In contrast, those who hold to the second view would suggest that developmental change is best characterized as discontinuous in nature. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത് അവരെന്താണ് പറഞ്ഞത്? ഇസ് ബെസ്റ്റ് ക്യാരക്ടറൈസ്ഡ് ആസ് ഡിസ്കണ്ടിന്യൂസ് ഇൻ നേച്ചർ. നേച്ചറിൽ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. They describe development as a series of discrete stages, each of which is characterized by what had gone on in the past and how well the child was able to master the developmental task of that period, etc. അവർ പറഞ്ഞത് എങ്ങനെയാണ്? ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്, മറ്റൊരു സ്മൂത്ത് പ്രോസസ്സാണെന്നാണ് പറഞ്ഞത്. ഒരൊഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് മോഡലിൽ പറഞ്ഞത്. പക്ഷേ ഡിസ്കണ്ടിന്യൂസിൽ എന്തായിരുന്നു? ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ വാട്ട് ഹാഡ് ഗോൺ ഓൺ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ എന്ത് സംഭവിച്ചു? ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എടുക്കുകയാണ്, ആ കുട്ടിക്ക് പാസ്റ്റിൽ എന്തുണ്ടായി, ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ടൈമിൽ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് അവിടെ എന്തായി ഉണ്ടാവും? ഒന്ന് പറഞ്ഞു നിങ്ങൾ. ആ ഡെവലപ്മെൻറ്റ് എന്തായി ഉണ്ടാവും? അപ്പോൾ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചുപോയി, എന്തുണ്ടായി ഉണ്ടാവും ഡെവലപ്മെൻറ്റിൽ? ഡെവലപ്മെൻറ്റ് ഒന്ന് സ്റ്റോപ്പായി ഉണ്ടാവും അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ആൻഡ് ഹൗ വെൽ ദ ചൈൽഡ് വാസ് ഏബിൾ ടു മാസ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ടാസ്ക് ഓഫ് ദാറ്റ് പീരീഡ് എക്സെട്ര. അതെങ്ങനെ ഓവർകം ചെയ്തെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് ടാസ്ക് എങ്ങനെ മാസ്റ്റർ ചെയ്തു, അതിനെങ്ങനെ ഓവർകം ചെയ്തു. ഇതൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ്കാർ പറഞ്ഞത്. ശരിയാണ് അല്ലേ? ആ ഒരു നമുക്ക് എല്ലാവർക്കും ഒരേ ഒഴുക്കിൽ പോകാനായിട്ട് പറ്റില്ല. ചില സ്റ്റേജുകളിൽ നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ സ്റ്റക്കാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. നമ്മളവിടെ കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മളവിടെ നിൽക്കേണ്ടതായിട്ട് വരും. ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ അവിടെ നടന്നൊന്നും വരില്ല, പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് വരും. These theories suggest that behaviors or skills often change qualitatively across time, that the new organizations of behaviors, skills or knowledge emerge in a rather abrupt or discrete fashion. ഇവരെന്താണ് സജസ്റ്റ് ചെയ്തത്? ബിഹേവിയേഴ്സ് ഓർ സ്കിൽസ് ഓഫൺ ഓഫ് ചേഞ്ച് ക്വാളിറ്റേറ്റീവ്ലി അക്രോസ് ടൈം. ഇത് രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിഹേവിയർ ആയാലും സ്കില്ലായാലും നോളജ് ആയാലും അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ ഒരു ഒഴുക്കിലല്ല പോകുന്നത്, ഒരു ഡിസ്ക്രീറ്റ് ഫാഷനിലാണ് പോകുന്നത്. ഓക്കെ, അതാണ് കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നത്. ഓക്കെ ആണോ? കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി ഓക്കെ ആണോ? ഇനി അടുത്തത് സ്റ്റെബിലിറ്റി വേഴ്സസ് ചേഞ്ച്. Another issue which is of importance to developmental psychologists is the issue of stability versus change. മറ്റൊരു ഇഷ്യൂ ആയിരുന്നത് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിരുന്നു സ്റ്റെബിലിറ്റി വേഴ്സസ് ചേഞ്ച്. The question here is whether development is best characterized by stability. For example, does a behavior or trait such as shyness
സ്റ്റേ സ്റ്റേബിൾ ഇൻ ഇറ്റ്സ് എക്സ്പ്രഷൻ ഓവർ ടൈം ഓർ ചേഞ്ച്. അതായത് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ മാറ്റമുണ്ടാകുമോ, ഇത് രണ്ടൊരു ഡിബേറ്റ് ആയിരുന്നു. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷൈനെസ്, നാണം കുണുങ്ങിയായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾ എപ്പോഴും അതേപോലെ തന്നെയാണോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ മാറുന്നുണ്ടോ? ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ലൈക്ക് അറ്റാച്ച്മെൻറ്റ് ബോണ്ട് ടു വൺസ് parents on personality trait one found to be stable, while as temperament can change because of environmental factors. ടെമ്പറാമെൻ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് കാരണം കൊണ്ട് ചിലപ്പോൾ അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല, നമുക്ക് അതിൻ്റേതായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സിൻ്റെ ഇമ്പാക്റ്റ് കാരണം കൊണ്ട് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ അടുത്തൊരു ഇഷ്യൂ ആയിരുന്നു സ്റ്റെബിലിറ്റി വേഴ്സസ് ചേഞ്ച്. അടുത്തത് നേച്ചർ വേഴ്സസ് നർച്ചർ. ഇപ്പോഴും ഉള്ളൊരു ഡിബേറ്റാണ് നേച്ചർ വേഴ്സസ് നർച്ചർ. The debate over the relative contributions of inheritance and the environment is one of the oldest issues in both philosophy and psychology. ഫിലോസഫിയിലും സൈക്കോളജിയിലും ഉണ്ടായിരുന്നൊരു പഴയൊരു ഇഷ്യൂ, പണ്ട് കാലത്ത് തുടങ്ങിയ ഇഷ്യൂ ആണ്, ഇപ്പോഴും ഉണ്ട്. എന്താണ്, പാരമ്പര്യമാണോ അല്ലെങ്കിൽ എൻവയറമെൻറ്റിൽ നിന്നുമാണോ നമ്മളെല്ലാം പഠിക്കുന്നത്? ഈ ഒരു ഇഷ്യൂ ഏത് കാലത്തും ഉള്ളതാണ്. ദിസ് ഡിബേറ്റ് കൺസേൺസ് ദ റിലേറ്റീവ് ഡിഗ്രി ടു വിച്ച് ഹെറിഡിറ്റി ആൻഡ് ലേണിംഗ് എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഈ ഡിബേറ്റ് എന്താണ് കൺസേൺ ചെയ്യുന്നത്? റിലേറ്റീവ് ഡിഗ്രി ടു വിച്ച് ഹെറിഡിറ്റി ആൻഡ് ലേണിംഗ് എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഹെറിഡിറ്റി ആണോ അല്ലെങ്കിൽ ലേണിംഗ് ആണോ, നമുക്ക് ജന്മനാ കിട്ടുന്നതാണോ അതോ എൻവയറമെൻറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നതാണോ? ഇത് രണ്ടുമായിരുന്നു ഡിബേറ്റിലുണ്ടായിരുന്നത്. ബോത്ത് ജനറ്റിക് ട്രേറ്റ്സ് ആൻഡ് എൻവയറമെൻറ്റൽ സർക്കംസ്റ്റാൻസസ് ആർ ഇൻവോൾവ് ഇൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. രണ്ടും ഒരാളുടെ ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ആണ് അല്ലേ. നമുക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ, ട്രേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതും എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും കൂടെ കൂടുമ്പോഴാണ് നമ്മളായിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വരുന്നത്, അല്ലെങ്കിൽ അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക് ട്രേറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ എൻവയറമെൻറ്റൽ സർക്കംസ്റ്റാൻസസും ഉണ്ട്. ടുഡേ മോസ്റ്റ് സൈക്കോളജിസ്റ്റ് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ് ദാറ്റ് കോസ് ഡെവലപ്മെൻറ്റ്. ഇന്ന് കൂടുതൽ സൈക്കോളജിസ്റ്റും ഈ ഒരു കാര്യമാണ് വിശ്വസിക്കുന്നത്. കാരണം ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സുമാണ്. അതായത് ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. Some aspects of development are distinctly biological, such as sexual development during puberty. However, the onset of puberty can be affected by environmental factors such as diet and nutrition. ഒരു എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞത്, നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് സെക്ഷൽ ഡെവലപ്മെൻറ്റ്, പ്യൂബർട്ടി ടൈമിലുള്ള സെക്ഷൽ ഡെവലപ്മെൻറ്റ്. പക്ഷെ അത് ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ആവുന്നത് എപ്പോഴാണ്? അതിനെക്കുറിച്ച് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഡയറ്റും ന്യൂട്രീഷനൊക്കെ. ഇപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ രീതികൾ കൊണ്ടൊക്കെ പല കുട്ടികളും പെട്ടെന്ന് മെൻസസ് ആവുന്നുണ്ട്. അപ്പോൾ ബയോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്യൂബർട്ടി ആൻഡ് ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. നേച്ചർ വേഴ്സസ് നർച്ചർ. ഓക്കെയാണോ മൂന്ന് ഇഷ്യൂസ്? നേച്ചർ വേഴ്സസ് നർച്ചർ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി വേഴ്സസ് ചേഞ്ച്, കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് റിസർച്ച് മെത്തേഡ്സ് ഫോർ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് എ ചൈൽഡ്. It occurs over a lifetime period. The special techniques are employed to study developmental psychology. These techniques are discussed here. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൺസെപ്ഷൻ തൊട്ട് ഡെപ്ത് വരെയുള്ള കാര്യങ്ങളുണ്ട്. ലൈഫ് സ്പാൻ മൊത്തം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, സ്പെഷ്യൽ ടെക്നിക്സുകളുണ്ട്. ആ ടെക്നിക്കുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. ആദ്യത്തെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. For the study of developmental pathways in the same age group or an individual over a period of time, this method is useful. ഒരേ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരെ എടുക്കുക. അപ്പോൾ കുട്ടികളെ പറ്റിയിട്ട് പഠിക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ 10 വയസ്സുള്ള കുട്ടികളെ പറ്റിയിട്ട് മാത്രം എടുത്ത് പഠിക്കുക. എത്ര കുട്ടികളുണ്ടാവും? 10 വയസ്സുള്ള കുട്ടികളെ പറ്റി മാത്രം പഠിക്കുക.
അതാണ് ഒരേ പേര് 10 വയസ്സുള്ള മാത്രം കുട്ടികളാണ്. ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 500 പേരൊക്കെ പഠിക്കും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ക്രോസ് സെക്ഷൻ അല്ല, ഇറ്റ് ഈസ് എ ലോങ് ടേം സ്റ്റഡി. ദ സെയിം ഏജ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് റിപ്പീറ്റഡ്ലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അവരെ ഒരു വട്ടം മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്, പല വട്ടം ടെസ്റ്റ് ചെയ്യണം. 10 വയസ്സുള്ള കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ അവരെ ഒരു വട്ടം മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു റിസർച്ച് നടത്താനായിട്ട് പറ്റില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെ അവരെ ടെസ്റ്റ് ചെയ്യുക. 10 വയസ്സിൽ ആദ്യം ടെസ്റ്റ് ചെയ്തു, പിന്നെ ഒരു 15 വയസ്സിൽ അവരെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായി, ആ ഒരു സ്റ്റഡി എന്തായോ കുറച്ചും കൂടി റിസൾട്ട് ഒന്നും കൂടി ആക്യുറേറ്റ് ആയി. ഇറ്റ് ഈസ് എ ലോങ് ടേം സ്റ്റഡി ആൻഡ് റിക്വയേഴ്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. അട്രിഷൻ ഈസ് ഹൈ ഇൻ ദിസ് മെത്തേഡ്. ഒരു ലോങ് ടേം സ്റ്റഡിയാണ്, വലിയൊരു ടൈമും എഫേർട്ടും ഇതിനാവശ്യമായി വരുന്നുണ്ട്. ഇപ്പോൾ വേണ്ട 10 വയസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 15 വയസ്സിൽ ചെയ്യുമ്പോൾ എത്രയായി, 5 വർഷം വേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് ടൈം ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. അടുത്തത് ക്രോസ് സെക്ഷണൽ റിസർച്ച്. ദിസ് മെത്തേഡ് സ്റ്റഡീസ് ദ ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് ബൈ ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ് അറ്റ് ദ സെയിം ടൈം ഓൺലി വൺസ്. ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് ഏജസ് ആണ്. ആദ്യത്തേത് നമ്മൾ സെയിം ഏജസിൽ മാത്രമായിട്ട് എടുത്തു. ഇവിടെ ഡിഫറെൻറ്റ് ഏജസ് ആണ്. പല ഏജിൽ പെട്ട ആൾക്കാർ, ഇപ്പോൾ 12, 11, 15 ഒക്കെ ഉള്ള കുട്ടികളെ എടുക്കുകയാണ്. എന്നിട്ട് ഒറ്റ സമയം ഒരേ ഒരു വട്ടം മാത്രം ടെസ്റ്റ് ചെയ്യും. എല്ലാവരെയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ഒരൊറ്റ പരീക്ഷ അങ്ങോട്ട് നടത്തി. This method helps to get the norms or standards or typical pattern of development of different age. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? To get the norms or standard typical pattern of development for different age. പല ഏജിൽപ്പെട്ട ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് നോംസ് ഓർ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഒരു സ്കെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഏകദേശം ഇപ്പോൾ സ്കെയിലൊക്കെ എങ്ങനെയാണ്, 6 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഒരു സ്കെയില്. ഇപ്പോൾ വെഷ്ലറിൻ്റെ സ്കെയിലൊക്കെ നോക്കുകയാണെങ്കിൽ 10 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഒരു സ്കെയില്, 10 വയസ്സിന് ശേഷം ഒരു സ്കെയില്, അത് 18 വയസ്സിന് ശേഷം ഒരു സ്കെയില്, അങ്ങനെയൊക്കെ ആയിരിക്കും സ്കെയിലുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പല ഏജിൽപ്പെട്ട ആൾക്കാർ, ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സ്കെയില്, ഒരു ടെസ്റ്റ് നടത്തി. അപ്പം അതിൽ നിന്ന് എന്ത് കിട്ടും, ഒരു റിസൾട്ട് കിട്ടും. അതെന്ന് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നോം അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നോം അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് നടത്തുന്നത്. അതാകെ ഒരു വട്ടേ ചെയ്യുള്ളൂ. ദിസ് ഈസ് ഫാസ്റ്റർ ആൻഡ് ചീപ്പർ മെത്തേഡ് ദാൻ ലോഞ്ചിറ്റ്യൂഡൽ മെത്തേഡ്. ഭയങ്കര ഫാസ്റ്ററാണ്, ചീപ്പറാണ്. കാരണം എന്താണ്, ആകെ ഒരു വട്ടമല്ലേ നടത്തുന്നുള്ളൂ, വലിയ ചിലവുകളൊന്നുമില്ല. എല്ലാവരും വിളിച്ചിരുത്തി ഒറ്റ പരീക്ഷ കൂടെ നടത്തി. അപ്പോൾ ഭയങ്കര ഫാസ്റ്ററാണ്, ചീപ്പറാണ് ദാൻ ലോഞ്ചിറ്റ്യൂഡൽ മെത്തേഡ്. ഇനി അടുത്തതാണ് സീക്വൻഷ്യൽ മെത്തേഡ്. അടുത്തത് സീക്വൻഷ്യൽ മെത്തേഡ്. To overcome the drawback of longitudinal and cross-sectional method, this method is used. ഇനി ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെയും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണലിൻ്റെയും അതിൻ്റെ ഡ്രോബാക്സ് നികത്താനായിട്ടാണ് സീക്വൻഷ്യൽ മെത്തേഡ് കൊടുക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്താണ്, ഒരുപാട് ടൈം വേണ്ടി വരുന്നുണ്ട്, എഫേർട്ട് വേണ്ടി വരുന്നുണ്ട് അല്ലേ, അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. ക്രോസ് സെക്ഷണൽ എന്താണ്, ആകെ ഒരൊറ്റ വട്ടം നടത്തുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ ആക്യുറസി പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. ഇത് രണ്ടും നികത്താനായിട്ടാണ് സീക്വൻഷ്യൽ മെത്തേഡ് കൊണ്ടുവന്നത്. ടു ഓവർകം ദ ഡ്രോബാക്ക് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് സെക്ഷണൽ മെത്തേഡ്. ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് വിച്ച് കമ്പൈൻസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് സെക്ഷണൽ മെത്തേഡ്. ഇത് രണ്ടും എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡും ക്രോസ് സെക്ഷണൽ മെത്തേഡും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ് എന്ത്, സീക്വൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇൻ ദിസ് സാമ്പിൾ ആർ ടെസ്റ്റഡ് മോർ ദാൻ വൺസ് ആൻഡ് ദ റിസൾട്ട് ആർ അനലൈസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡിഫറൻസസ് ദാറ്റ് ഷോ അപ്പ് ഓവർ ടൈം ഫോർ ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പിൾ ആർ ടെസ്റ്റഡ് മോർ ദാൻ വൺസ്, ഒരു വട്ടത്തിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നു. ഒരു വട്ടം മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റേ സീക്വൻഷ്യൽ എങ്ങനെയായിരുന്നു, അല്ല ക്രോസ് സെക്ഷനിൽ ആകെ ഒരു വട്ടം മാത്രം എക്സാം നടത്തുന്നുള്ളൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റിസൾട്ട്സ് ആർ അനലൈസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡിഫറൻസസ് ദാറ്റ് ഷോ അപ്പ് ഓവർ ടൈം. ഓരോ വട്ടം കിട്ടുന്ന റിസൾട്ടിനെ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഫോർ ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ്, ഒരൊറ്റ ഗ്രൂപ്പായിട്ടുള്ള പാർട്ടിസിപ്പൻറ്റ് മാത്രമല്ല, ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്, 6ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്, 7ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്, 8ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. ഇവർക്ക് 1, 2, 3 പ്രാവശ്യം ടെസ്റ്റ് നടത്തും. എന്നിട്ട് അതൊക്കെ അനലൈസ് ചെയ്യാണ്.
ഇവർ ഓരോരുത്തരുടെയും മാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഓരോ വട്ടം വരുന്ന മാർക്കിലുള്ള ഡിഫറൻസ്, ഇത് രണ്ടും ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് മെത്തേഡ് ഗിവ്സ് എ മോർ റിയാലിസ്റ്റിക് അസസ്മെൻറ്റ്. ഇതാണ് കൂടുതൽ റിയാലിസ്റ്റിക് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ കണ്ടില്ലേ, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സും ഉണ്ട്, ഡിഫറെൻറ്റ് ടൈംസിലുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടും ഉണ്ട്. അപ്പോൾ രണ്ടും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് വൈസും അനലൈസ് ചെയ്യാം, മാർക്ക് വൈസും അനലൈസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സീക്വൻഷ്യൽ മെത്തേഡിലാണ്. ഇനി അടുത്തതാണ് ടൈം ലാഗ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റഡിയിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ് ടു ഡിറ്റർമിൻ ദ എഫക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഓൺ ബിഹേവിയർ. ടൈം ലാഗ് മെത്തേഡാണ്, കുറേ കാലങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം ലാഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റഡിയിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ്. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് എടുത്തു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെടുത്തു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെടുത്തു. അവരെ പല വർഷങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം. ടു ഡിറ്റർമിൻ ദ ഇഫക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഓൺ ബിഹേവിയർ. അത് അവരുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പഴയ കാലത്തെ കാര്യങ്ങൾ അവരുടെ ബിഹേവിയറിൽ എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് റെയർലി യൂസ്ഡ് ഇൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ബിക്കോസ് ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം ആൻഡ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ റിക്വയർഡ്. ഇത് വളരെ ചുരുക്കമായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ, കാരണം ഇതിന് ഒരുപാട് സമയം വേണം. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഒരുപാട് സമയം വേണമെന്ന് പറഞ്ഞു, അതിനേക്കാൾ കൂടുതലാണ് ടൈം ലാഗ് മെത്തേഡ്. പേര് പോലെ തന്നെയാണ്, ടൈമിൽ ഒരുപാട് ലാഗിങ് ഉണ്ട്. ആൻഡ് നീഡ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ, ഒരുപാട് പാർട്ടിസിപ്പൻസ് ഇതിന് വേണം. ഹു ആർ ഓഫ് ദ സെയിം ഏജ് അറ്റ് ദ ടൈം ഓഫ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്കൊക്കെ എന്തായിരിക്കണം? ഒരു ഏജ് ആയിരിക്കണം. അപ്പോൾ ടൈം ലാഗ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഒരുപാട് ടൈം ആവശ്യം വരുന്നുണ്ട്, നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഒരുപാട് വേണം, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സെയിം ഏജസ് ആയിരിക്കണം. ഇത് വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ ആണോ? 4 നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചാണ്, അതായത് സെയിം ഏജ് ഗ്രൂപ്പിനെ മാത്രം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാണ്, ഒരുപാട് ടൈം ആവശ്യം വരുന്നുണ്ട്, ടെസ്റ്റഡ് റിപ്പീറ്റഡ്ലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു ഡ്രോബാക്ക് ആണ് അതിന്. ഇനി അടുത്തതാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് എടുത്തു, ഒരു വട്ടം മാത്രം ടെസ്റ്റ് ചെയ്തു. അത് നോംസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫാസ്റ്റർ ആൻഡ് ചീപ്പർ മെത്തേഡാണ്. ഇനി സീക്വൻഷ്യൽ മെത്തേഡ്. ആദ്യത്തെ 2 ഡ്രോബാക്ക് നികത്താനായിട്ട് കൊണ്ടുവന്നതാണ് സീക്വൻഷ്യൽ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താണ്, ഒരു വട്ടമല്ല, ഒന്നിലധികം പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. റിസൾട്ടുകൾ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. മോർ റിയാലിസ്റ്റിക് ആയിട്ടുള്ളൊരു അസസ്മെൻ്റ് ആണ് സീക്വൻഷ്യൽ മെത്തേഡ്. അടുത്തത് ടൈം ലാഗ് മെത്തേഡാണ്. വളരെയധികം കാലം എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിൽ റെയറായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം ലാഗ് മെത്തേഡ്. കാരണം അത് ഒരുപാട് ടൈം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് ഒരുപാട് വേണ്ടി വരുന്നുണ്ട്, അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സെയിം ഏജ് ആയിരിക്കണം. ഇനി അടുത്തത് ഒബ്സ്റ്റക്കിൾസ് ഇൻ സ്റ്റഡിയിങ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ദർ ആർ സം ഓക്കെ അല്ലേ? ഇത് മെത്തേഡ്സ് ഓക്കെ ആണോ? Obstacles in studying developmental psychology. Obstacles ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്, ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും നോക്കാം. There are some obstacles in the study of developmental psychology. The 5 major obstacles. ഒരു സ്റ്റഡി നടത്തുകയാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലുള്ള ഒബ്സ്റ്റക്കിൾസ്. നമ്മളൊരു റിസർച്ച് നടത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസ്. റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. The representative sample is the first obstacle for studying the developmental period. ആദ്യത്തെ ഒബ്സ്റ്റക്കിളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത്. The different age levels of the participants is the main concern for the researcher. Different age level. നമ്മൾ നമ്മുടെ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല വയസ്സുള്ള ആൾക്കാരെ വേണമെന്ന് വിചാരിക്കാം. അത് മെയിൻ ആയിട്ടുള്ളൊരു ഒബ്സ്റ്റക്കിളാണ്. കാരണം അത്രയും ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കും. The data collection from the school children is easy for the researcher, but in the case of newborn or infant, it is not that much easy. ചെറിയ സ്കൂൾ ചിൽഡ്രൻസ് ആണെങ്കിൽ ഓക്കെയാണ്, നമുക്കൊരു സ്കൂളിലോട്ട് അങ്ങോട്ട് പോയാൽ മതി. അപ്പം അവിടെ ഡിഫറെൻറ്റ് ഏജസ് ഉള്ള കുട്ടികളുണ്ടായിരിക്കും. നമുക്ക് അവിടെ അവർക്ക് വേണ്ട ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ
ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ന്യൂ ബോണോ ഇൻഫന്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ എന്താണ് അത്രത്തിൽ ഈസി ആണോ? അല്ല. ദേ ഓഫൺ ഫേസ് സ്ട്രോങ് പാരന്റൽ ഒബ്ജെക്ഷൻ. അപ്പൊ അവിടെയൊക്കെ പാരന്റൽ ഒബ്ജെക്ഷൻ ഉണ്ടായിരിക്കും. അതിപ്പോ സ്കൂൾ ചിൽഡ്രന്റെ കാര്യത്തിലാണെങ്കിലും ഉണ്ടായിരിക്കും. 18 വയസ്സ് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്റൽ ഒബ്ജെക്ഷൻ ഉണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡിസർട്ടേഷൻ ചെയ്യുന്ന ടൈമിൽ 18 വയസ്സിലും താഴെയുള്ള ആൾക്കാരുടെ ഡാറ്റാസ് ആണ് എടുക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് പാരന്റൽ കൺസെന്റ് ചിലപ്പോൾ വെക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണേ. തോന്നുന്നുണ്ട്, വേണമെന്ന് തോന്നുന്നു. 18 വയസ്സിലും താഴെയുള്ള കുട്ടികളെ ഇപ്പോൾ റിസർച്ചിനൊരു ടോപ്പിക് എടുക്കുമല്ലോ. അപ്പൊ എമംഗ് അഡോളസെൻസ് ഒക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ കൺസെന്റ് വേണ്ടി വരും തോന്നുന്നുണ്ട്. അതിന്റെ ഡാറ്റ കളക്ഷൻ ടൈമിൽ അത് എങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യാന്ന് എനിക്ക് വലിയ പിടുത്തല്ല, അന്വേഷിക്കേണ്ടി വരും. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ടോപ്പിക്കുകൾ ഇപ്പൊ തന്നെ നോക്കി വെക്കാം. ഇപ്പൊ തേർഡ് ഇയർ രജിസ്റ്റർ ചെയ്തതല്ലേ? രണ്ടുപേരും രജിസ്റ്റർ ചെയ്തല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ട് വെച്ചെങ്കില് അടുത്ത ജൂണില് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നവംബർ തൊട്ടിട്ട് പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജൂണില് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ ടോപ്പിക്കുകൾ നോക്കി വെക്കാം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ടോപ്പിക്കുകൾ നോക്കി വെക്കാം. ഒരുപാട് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കതിന് അവർ അപ്രൂവൽ തരണം എങ്കിൽ മാത്രമേ അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് താല്പര്യമുള്ള കുറച്ച് സബ്ജക്റ്റുകൾ നോക്കി വെക്കാം. ഗൈഡ് തന്നെ എടുക്കുന്ന ടൈമിൽ അവരത് അപ്രൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. സിനോപ്സിസ് ഒക്കെ നോക്കിയിട്ട് വേണം, എന്നാലും നോക്കി വെക്കാം. അവരായിരിക്കുമല്ലേ ഗൈഡിനൊക്കെ ഗൈഡിനെ നമുക്ക് ഗൈഡ് നമ്മുടെ RC തന്നെ കിട്ടും. അപ്പൊ അത് ഞാൻ നമ്പർ തരാം. നോ പ്രോബ്ലം. അത് വിളിച്ചു നോക്കിയിട്ട് അവര് അപ്പൊ ആദ്യമേ തുടങ്ങുകയാണെങ്കിൽ ഒരാൾ ചിലപ്പോ 5 ആളോ 10 ആളൊക്കെ എടുക്കുള്ളായിരിക്കും. ഇപ്പൊ നമ്മുടെ RCയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നോർമലായിട്ട് 5 ആളെ എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെങ്ങനെ ഇപ്പൊ ആൾക്കാരെടുക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോ അവർക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ, ക്ലാസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ കൂടുതൽ ആൾക്കാരെ എടുക്കുമെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവര് ആരെങ്കിലും ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ടോപ്പിക്കുകൾ എന്തായാലും നോക്കി വെക്കാം. അപ്പൊ ഡാറ്റ കളക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പാരന്റൽ ഒബ്ജെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പാരന്റൽ കൺസെന്റ് നമ്മൾ വാങ്ങണം. Getting older adolescents and younger adults who are not attending school to volunteer as a participant is also difficult. ഇനി അഡോളസൻസ് ആണ് അല്ലെങ്കിൽ യങ് അഡൾട്ട് ആണെന്ന് വിചാരിക്കാം. അവർ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ സ്കൂളിലോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതും ഡിഫിക്കൽട്ട് ആണ്. The difficulty arises with the young adult, middle-aged adult or old-age person. When many persons shy away from the testing situation, they do not want to disclose their personal details to the researcher. ഇനി വേറൊരു ഡിഫിക്കൽറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് അഡൾട്ട്, മിഡിൽ ഏജ് അഡൾട്ട് ഓർ ഓൾഡ് ഏജ് പേഴ്സൺസ് ഇവരൊന്നും ചിലപ്പോൾ റിസർച്ചിന് തയ്യാറായ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിന്നൊന്നും വരില്ല. ചിലപ്പോൾ അവർ നാണം കുടുങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് എനിക്കിഷ്ടമില്ല, അപ്പം ഞാൻ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ സാമ്പിൾ കളക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനെ ബാധിക്കും. കൃത്യമായിട്ടൊരു സാമ്പിളിന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഡാറ്റ വൃത്തിക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ, റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. ഇനി അടുത്തതാണ് എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് പാർട്ടിസിപ്പൻറ്റ്. റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. കൃത്യമായിട്ട് റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ കിട്ടുന്ന ഡാറ്റയും ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ നമ്മളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ആണ് കൊടുത്തത്, തോന്നിയ പോലെ ഓരോന്ന് ടിക്കിട്ട് വെച്ചു, നമുക്കതിലൊന്നും പറയാനായിട്ട് പറ്റില്ല. അവർ തരുന്ന കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ റാപ്പോർട്ടാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഒബ്സ്റ്റക്കിൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് പേഴ്സണൽ റാപ്പോർട്ട്. വളരെ പേഴ്സണലായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് അയാളുടെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ധൈര്യമുണ്ട്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, എനിക്കും കൂടെ അറിയാവുന്നതാണ് എന്ന് പറയാം. രണ്ടാമത്തെ ഒബ്സ്റ്റക്കിളാണ് എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് എ പാർട്ടിസിപ്പൻറ്റ്. എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റാപ്പോർട്ട് വിത്ത് എ പാർട്ടിസിപ്പൻറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ദ റിസർച്ചർ. ഇറ്റ് ഈസ് റാദർ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ പാർട്ടിസിപ്പൻറ്റ്. എന്താ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ ഒബ്സർവ്ഡ് ദാറ്റ് പേഴ്സണൽ റാപ്പോർട്ട്സ് വാരി ഫ്രം വൺ സ്റ്റേജ് ടു അനദർ സ്റ്റേജ്. പേഴ്സണൽ റാപ്പോർട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ
5 വയസ്സുള്ള കുട്ടികളായിട്ട് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ 20 വയസ്സുള്ള ആളായിട്ട് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. ദർ ഇസ് നോ ഗ്യാരണ്ടി ടു ദ ഇൻഫർമേഷൻ ബീയിങ് ആക്യുറേറ്റ്. ദിസ് ഒബ്സ്റ്റക്കിൾ മേ ബി റെഡ്യൂസ്ഡ് ഓൺലി ബൈ ദ പേഴ്സണൽ റാപ്പോർട്ട് വിത്ത് ദ പാർട്ടിസിപ്പൻറ്റ്. കണ്ടോ, അവിടെ എന്താണ്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ ഒരു ഗ്യാരണ്ടി ഇല്ല, അത് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആ ഒരു ഒബ്സ്റ്റക്കിൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓൺലി ബൈ ദ പേഴ്സണൽ റാപ്പോർട്ട് വിത്ത് ദ പാർട്ടിസിപ്പൻറ്റുമായിട്ട് ഒരു പേഴ്സണൽ റാപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഈ ഒരു ഒബ്സ്റ്റക്കിൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫുള്ളായിട്ട് ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല, കുറയ്ക്കാനായിട്ട് പറ്റും കുറച്ച്. എനിക്കും കൂടെ അറിയാവുന്ന കാര്യങ്ങളാണ്, ശരിയാണ്, ശരിയാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ പറയാം. എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് ദ പാർട്ടിസിപ്പൻറ്റ്, സെക്കൻഡ് ഒബ്സ്റ്റക്കിൾ. ഇനി അടുത്തതാണ് അപ്രോപ്രിയേറ്റ് മെത്തഡോളജി. Adaptation of an appropriate methodology is the main concern of a researcher. Cross-sectional method is the problem for researcher. Cultural changes always play a role in the patterns of physical and mental development of a child. These changes affect values of the participant. എന്താണ് അഡാപ്റ്റേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മെത്തഡോളജി? നമ്മൾ ഏത് മെത്തഡോളജിയാണ് ചെയ്യുന്നത്? നമുക്ക് റിസർച്ചിന് ഒരു മെത്തഡോളജി ഉണ്ട്, ഏത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അത് അവർ തിരഞ്ഞെടുക്കുന്നത് വല്ലാത്തൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ മെത്തേഡ്. ക്രോസ് സെക്ഷണൽ മെത്തേഡ് എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞതാണെന്ന് പറഞ്ഞേ. ക്രോസ് സെക്ഷണൽ മെത്തേഡ് എന്താണ്? ക്രോസ് സെക്ഷണൽ മെത്തേഡ് ഓർമ്മയുണ്ടോ? ക്രോസ് സെക്ഷണൽ എല്ലാ ഏജിലും ഉള്ളത് അല്ലേ? എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്സ് ഒരു വട്ടം മാത്രം എക്സാം നടത്തുക എന്ന് പറഞ്ഞില്ല. 5ലും 10ലും 6ലും 7ലൊക്കെ കുട്ടികളെടുത്തിട്ട് ഒരൊറ്റ എക്സാം നടത്തി. അതാണ് ക്രോസ് സെക്ഷണൽ മെത്തേഡ്. അതൊരു പ്രോബ്ലമാണ്. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് റിസർച്ച് ചെയ്യുന്നത് വെച്ചെങ്കിൽ എന്താണ്, അതൊരു ഇഷ്യൂ ആണ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ചസ്, നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡാറ്റ കളക്ഷനെ ബാധിക്കുന്നുണ്ട്. അതാണ് അപ്രോപ്രിയേറ്റ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആക്യുറസി ഓഫ് ഡാറ്റ. Accuracy of data is the fourth obstacle in studying the lifespan development psychology. The data obtained from the studies should be accurate. നമുക്ക് കിട്ടുന്ന ഡാറ്റയിലെ ആക്യുറസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ഇൻആക്യുറസി ഓഫ് ദ ഡാറ്റ മേ ഷോ ദ പിക്ചർ ഓഫ് ഫോൾസ് ഇൻഫർമേഷൻ ഓഫ് നോർമൽ ഡെവലപ്മെൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഏജ് ഗിവൺ ബൈ ദ പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പൻറ്റ് തരുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഇല്ലാത്തൊരു കുട്ടിയായിരിക്കും. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ നേരെ ചൊവ്വനെ ഇപ്പോൾ ഞാനവിടെ ക്ലിനിക്കിൽ ഇൻറ്റേണിന് പോയപ്പോൾ നമുക്ക് SPM ചെയ്യുന്ന ടൈമിൽ സ്ക്രീനിങ് ടെസ്റ്റാണ് ID-യുടെ. ഒരു 5 കാറ്റഗറി ഉണ്ട്. ABCD എന്ന് പറഞ്ഞിട്ടുള്ള 5 കാറ്റഗറി ഉണ്ട്. അതിലെ ഓരോ കാറ്റഗറിയിലും 12 എണ്ണം ഉണ്ട് SPM. നമുക്ക് വെറുതെ ഒന്ന് കാണിച്ചു തരാം. കിട്ടുന്നില്ല. എന്താ പ്രശ്നം? പോയാ നെറ്റ്? ഇല്ല പോയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് SPM ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്, പക്ഷെ അത് കിട്ടിയില്ല. ചിലപ്പോൾ അവൈലബിൾ ആവില്ല. ഞാൻ നോക്കിയിട്ട് നാളെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പറയാമെന്നാണ്. കാരണം 5 കാറ്റഗറിയിൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് അല്ല, ഒരു പാറ്റേൺ ആണ്. ഒരു പാറ്റേൺ വെച്ചിട്ട് അതിന്ന് സെലക്ട് ചെയ്യലാണ്, പസിൽ പോലെയാണ്. അപ്പോൾ
5 വെച്ച് ഈ 5 കാറ്റഗറിയിലും 12 വെച്ച് ചെയ്തും വരുമ്പോൾ എത്രയും 60 വേണം. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറടിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായി, കുട്ടി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളായി, ഐഡിയ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ തന്നില്ല വെച്ചെങ്കിൽ ഡെവലപ്മെൻറ്റിൽ എന്ത് കാണിക്കും, കുറവ് കാണിക്കും. റിസൾട്ട് വരുന്ന ടൈമിൽ ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് കുറവാണ് എന്നുള്ളത് വരും. അതാണ് പറഞ്ഞത് ആക്യുറസി ഓഫ് ഡാറ്റ. 4th ഒബ്സ്റ്റക്കിളാണ് ആക്യുറസി ഓഫ് ഡാറ്റ. കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ കിട്ടിയില്ല വെച്ചെങ്കിൽ ഡെവലപ്മെൻറ്റിൽ ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി അടുത്തതാണ് എത്തിക്കൽ ആസ്പെക്ട്സ്. The ethical aspects are of concern in the study of developmental psychology, as the rights of the participant is to be considered by the researcher even if they are being paid by the researcher for the study. Ethical aspect ഉണ്ടായിരിക്കും, നമുക്കറിയാവുന്നതാണ്. ഒരു ഏത് സ്റ്റഡി ആയാലും അതിൽ എത്തിക്കൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. ആസ് ദ റൈറ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് ഈസ് ടു ബി കൺസിഡേർഡ്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. കൺസെൻറ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഇഫ് അഡൾട്ട്സ് ആൻഡ് കൺസെൻറ്റ് ഓഫ് പാരൻസ് ഓർ ഗാർഡിയൻസ്. If a child is an important and necessary step before data collection. ഡാറ്റ കളക്ഷന് മുന്നേ എന്ത് വേണം, പാർട്ടിസിപ്പൻസിൻ്റെ കൺസെൻറ്റ് വേണം അഡൽട്ട് ആണെങ്കിൽ. ഇനി കുട്ടിയാണെന്ന് വെച്ചെങ്കിൽ എന്ത് വേണം, പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ കൺസെൻറ്റ് വേണം. ദീസ് കൺസിഡറേഷൻസ് അപ്ലൈ ടു ഓൾ പാർട്ടിസിപ്പൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് വൺസ് ഏജ്. ഇതെല്ലാ പാർട്ടിസിപ്പൻസിനും ബാധകമാണ്. അവിടെ ഏജ് എന്നുള്ളതില്ല, നമുക്ക് എല്ലാ പാർട്ടിസിപ്പൻറ്റിൽ നിന്നും കൺസെൻറ്റ് ചെയ്യണം. ഏജ് എപ്പോഴാണ്, ചെറിയ കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ പാരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ നിന്ന് കൺസെൻറ്റ് വാങ്ങണം. അപ്പോൾ നമ്മുടെ ഡിസർട്ടേഷനിൽ അത് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇനി ഓൺലൈനായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ വെറുതെ ടിക്ക് ചെയ്യാനാവുമായിരിക്കും. ഇപ്പോൾ പാരൻസ് ആയിരിക്കുമല്ലോ ഫോൺ യൂസ് ചെയ്യുക, അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രേ ഉള്ളൂ ഈ പാഠത്തിൽ, നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഓക്കെ, ലാസ്റ്റത്തെ ഒരു ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് കിടക്കുന്നുണ്ട്, ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് പഠിച്ചാൽ മതി, ഇത്രയും പഠിച്ചാൽ മതി. ഇതുവരെ ചോദിച്ചിട്ടില്ല, കുറച്ച് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുകളും പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഒബ്സ്റ്റക്കിൾസ് ഇൻ സ്റ്റഡിയിങ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിൽ ആദ്യത്തെയാണ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിങ് റാപ്പോർട്ട് വിത്ത് ദ പാർട്ടിസിപ്പൻറ്റുമായിട്ടുള്ള റാപ്പോർട്ട് ബിൽഡ് ചെയ്യൽ. അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പേഴ്സണൽ റാപ്പോർട്ടാണ് കുറച്ചും കൂടി നല്ലത്. ഇനി അപ്രോപ്രിയേറ്റ് മെത്തഡോളജി, പിന്നെ അതുപോലെ തന്നെ ആക്യുറസി ഓഫ് ഡാറ്റ, എത്തിക്കൽ ആസ്പെക്ട്സ്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇനി അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പാറ്റേൺ. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. 8 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഡിഫൈൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. ഇത് കണ്ടോ 3+7 എന്ന് കൊടുത്തിട്ടുണ്ട്. 3 മാർക്കിനാണ് അപ്പോൾ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എഴുതേണ്ടത്. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് 3 മാർക്കിന് എഴുതുമ്പോൾ എത്ര പേജ് എഴുതാം? ഒരു വേർഡ്സ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ വേർഡ്സ് വേണ്ട, നമുക്ക് 3 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 3 സൈഡെങ്കിലും എഴുതണം. ഓക്കെ, 3 സൈഡെങ്കിലും എഴുതണം. 3 മാർക്ക് എന്ന് പറയുമ്പോൾ 3 സൈഡ്, മിനിമം ഒരു 2 സൈഡെങ്കിലും എഴുതാം. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്താ നമുക്ക് അറിയാവുന്നത് മൊത്തം എഴുതാം, 2 സൈഡെങ്കിലും എഴുതാം. അത് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര വേണം? ഒരു 4 സൈഡ് എഴുതുക. അപ്പോൾ 4ഉം 2ഉം 6 ആയില്ലേ? 10 മാർക്കിന് നമുക്കൊരു 6 സൈഡ് എഴുതാനായിട്ട് നോക്കുക, 6 പേജ് എഴുതണം. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ പീരീഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ്. എക്സ്പ്ലെയിൻ ദ മെയിൻ റിസർച്ച് മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ഇന്ന് പഠിച്ചതാണ്. അതിൽ ക്രിട്ടിക്കൽ പീരീഡും സെൻസിറ്റീവ് പീരീഡും 4 മാർക്കിന് എഴുതിയാൽ മതി. റിസർച്ച് മെത്തേഡ്സ് 6 മാർക്കിന് എഴുതണം. അപ്പോൾ ആദ്യം തന്നെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് എഴുതാം. ചെറിയൊരു പോയിൻ്റ്, 1-2 പോയിന്റിൽ ഡെവലപ്മെൻറ്റ് എഴുതിയിട്ട് വേണം ക്രിട്ടിക്കൽ പീരീഡും സെൻസിറ്റീവ് പീരീഡും എഴുതാനായിട്ട്. അപ്പോൾ 4 മാർക്കിന് എന്ന് വരുമ്പോൾ 2 പോയിന്റ് ഡെവലപ്മെൻറ്റിന് എഴുതി കഴിഞ്ഞാൽ 4 മാർക്കിന് ഒരു 2-3 പേജ് എഴുതാം. ക്രിട്ടിക്കൽ പീരീഡും സെൻസിറ്റീവ് പീരീഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഡെവലപ്മെൻറ്റ് ആദ്യം എഴുതിയിട്ട് വേണം ക്രിട്ടിക്കൽ പീരീഡും സെൻസിറ്റീവ് പീരീഡ് എഴുതാനായിട്ട്. കാരണം അത്രയും നമുക്ക് ക്രിട്ടിക്കലും സെൻസിറ്റീവും അത്രേ പഠിക്കാനുള്ളൂ. കാണിച്ചു തരാം.
ക്രിട്ടിക്കൽ പീരീഡും സെൻസിറ്റീവ് പീരീഡും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റ് എഴുതിയിട്ട് ക്രിട്ടിക്കലും സെൻസിറ്റീവും എഴുതാം. എന്നിട്ട് ക്രിട്ടിക്കൽ പീരീഡും സെൻസിറ്റീവ് പീരീഡും എന്താ? ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, കൺസെപ്ഷന് ശേഷം 6 വീക്സ്. ആ ടൈമിൽ മദർ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാൽഫോർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പീരീഡാണ്. ചിലപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മളെ ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ കിട്ടാത്തതുകൊണ്ട് വരുന്നൊരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ടൈമാണ് സെൻസിറ്റീവ് പീരീഡ്. അതിനെ പിന്നീട് ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സെൻസിറ്റീവും ക്രിട്ടിക്കൽ പീരീഡും. പിന്നെ അത് കഴിഞ്ഞാൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പഠിച്ചത് ലോഞ്ചിറ്റ്യൂഡിനൽ, പിന്നെ അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ, സീക്വൻഷ്യൽ ആൻഡ് ടൈം ലാഗ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന്റെ ഈ ഇതില്ലേ എന്താണ് പറഞ്ഞത്, നോട്ട്സ് ഇല്ലേ, നോട്ട്സ് ഇന്ന് അയച്ചു തരാൻ പറ്റും? ഇന്ന് അയച്ചു തരാം. ഞാൻ 2 ദിവസത്തിനുള്ളിൽ 2-3 ദിവസം മുടക്കണ്ട് പോയി. അയച്ചു തരാം കേട്ടോ. ഇന്നിപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അയച്ചു തരാം. No. Explain the concept of growth and development. Discuss the 4 main areas of growth and development. Concept and growth of development. അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടും വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി ഉണ്ടാകുന്നതാണ്. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് നിൽക്കും, പിന്നെ അവിടുന്ന് ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ഡെവലപ്മെൻറ്റ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ലൈഫ് ലോങ് ഉണ്ടായിരിക്കുക. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ ചോദിക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആൻഡ് ഡിസ്കസ് ദ 4 മെയിൻ ഏരിയാസ്. 4 മെയിൻ ഏരിയാസ് നമ്മൾ ഡൊമൈൻസ് പഠിച്ചിരുന്നു, അത് എഴുതുക. 4+6. അതുപോലെ തന്നെ അപ്പോൾ ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും കാര്യം ഒരു 3 സൈഡിൽ എഴുതുക. 6 മാർക്കിന് ബാക്കി 3-4 പേജിൽ ഏരിയാസ് എഴുതുക. Give an overview of stages in lifespan development. Stages in lifespan development. Stages in lifespan development ഏതായിരുന്നു? 9 സ്റ്റേജസ് പഠിച്ചിരുന്നു. അതാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. കണ്ടോ, ഈ 9 എണ്ണം എഴുതി വെക്കണേ. ഈ 9 പേരും എഴുതി വെക്കണം. പ്രീനേറ്റൽ, ഇൻഫൻസി, ഏർലി. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, കുഴപ്പമില്ല. അഡോളസെൻസ്, എമേർജിങ് അഡൾട്ട്ഹുഡ്, ഏർലി അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ്, ലേറ്റ് അഡൾട്ട്ഹുഡ് എഴുതാം. നിങ്ങൾക്ക് വയസ്സ് വേണമെന്നില്ല, വയസ്സ് അറിയാവുന്നതിൻ്റെ എഴുതിയാലും മതി. സ്റ്റേജ് മസ്റ്റായിട്ട് കാണിക്കണേ, നിർബന്ധമാണ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഡിസ്കസ് ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഏതൊക്കെയായിരുന്നു? കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിസ്കണ്ടിന്യൂറ്റി, സ്റ്റെബിലിറ്റി വേഴ്സസ് ചേഞ്ച്, പിന്നെ അതുപോലെ തന്നെ നേച്ചർ വേഴ്സസ് നർച്ചർ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റുള്ള ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയായിരുന്നു? ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഇത് ഫാക്ട്സ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് ഈസ് പ്ലാസ്റ്റിക്. ഇതാ കണ്ടോ, ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ, ഡെവലപ്മെൻറ്റ് ഈസ് പ്ലാസ്റ്റിക്, ഡെവലപ്മെൻറ്റ് ഈസ് കോണ്ടെക്സ്റ്റൽ. അതിൽ തന്നെ ഏജ് ഗ്രേഡഡ് ഉണ്ട്, ഹിസ്റ്ററി ഗ്രേഡഡ് ഉണ്ട്, നോൺ നോർമാറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഇതും കൂടെ എഴുതണം. അതാണ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് 10 മാർക്കിനുള്ളതാണ്. അത് 10 മാർക്കിനെന്ന് പറയുമ്പോൾ 6 പേജ് എഴുതുക. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ പീരീഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ പീരീഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്. നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെ വട്ടം ഇപ്പോൾ ചോദിക്കില്ല അല്ലേ? 2 വട്ടമാണോ? 2ാമത്തെ വട്ടമാണ് ചോദിക്കുന്നത്.
എക്സ്പ്ലെയിൻ ദ മെയിൻ ഫാക്ടേഴ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലുള്ള മെയിൻ ഫാക്ടേഴ്സ് നേരത്തെ കണ്ടതാണ്. ഫാക്ട്സ് ഏതൊക്കെയാണ്? ഫാക്ട്സ് ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? അതായത് ഇതാണ് ഫാക്ട്. കണ്ടോ? ഏർലി ഫൗണ്ടേഷൻ ക്രിട്ടിക്കലാണ്. റോൾ ഓഫ് മെച്ചുറേഷനും ലേണിങ്ങും. ഡെവലപ്മെൻറ്റ് ഫോളോസ് എ ഡെഫിനിറ്റ് ആൻഡ് പ്രഡിക്റ്റബിൾ പാറ്റേൺ. രണ്ട് തിയറീസ്, രണ്ട് ലോ ഉണ്ട്, സെഫാലോകോഡലും പ്രോക്സിമോഡിസ്റ്റിലും. സെഫാലോകോഡൽ എന്താണ്? ഇതാണ് സെഫാലോകോഡൽ എ. ഇത് പ്രോക്സിമോഡിസ്റ്റൽ. ഇതാണ് പ്രോക്സിമോഡിസ്റ്റൽ. രണ്ട് സൈഡിലേക്ക്, രണ്ട് എക്സ്ട്രിമിറ്റീസിലേക്ക് വരുന്നതാണ് പ്രോക്സിമോഡിസ്റ്റൽ. മറ്റേത് തലഭാഗത്ത് നിന്ന് താഴോട്ട്. കുട്ടികളുടെ വളർച്ച ചിലർ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും, കയ്യും കാലൊക്കെ ചെറുതായിട്ട് പിന്നെ തല മാത്രം വലുതായിട്ട്. അതാണ് സെഫാലോകോഡൽ. ചില കുട്ടികൾ വയറ് ആ ഭാഗങ്ങളൊക്കെ നല്ല ഉരുണ്ടിട്ടായിരിക്കും, കയ്യും കാലൊക്കെ വണ്ണം കുറഞ്ഞിട്ടായിരിക്കും. അതാണ് പ്രോക്സിമോഡിസ്റ്റൽ. അത് ഒരു ഡെവലപ്മെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ലാറ്റിനിൽ പറഞ്ഞത്. അതാണ് അങ്ങനെ രണ്ട് ലോ കൊടുക്കുന്നത്, സെഫാലോകോഡലും അതുപോലെ തന്നെ പ്രോക്സിമോഡിസ്റ്റലും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിലീനേറ്റ് ഇറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ജൂൺ 2025 ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ വന്നതാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റും. നേരത്തെ പറഞ്ഞ അതേ കാര്യം, ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് എഴുതാം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് ലോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ഡയറക്ഷണലാണ്, പ്ലാസ്റ്റിക് ആണ്, കോണ്ടെക്സ്റ്റുവലാണ്. 3 കാര്യങ്ങൾ 5 പോയിന്റ്. ഏറ്റവും ലാസ്റ്റത്തേൽ ഏജ് ഗ്രേഡഡ്, ഹിസ്റ്ററി ഗ്രേഡഡ്, പിന്നെ അതുപോലെ തന്നെ നോൺ നോർമാറ്റീവ് ഇൻഫ്ലുവൻസസ്. 7 മാർക്കിനാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലോണം എഴുതാനുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്പാൻ എന്താണെന്നും കൂടെ എഴുതാം. നോക്കാം. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്, ലൈഫ് സ്പാൻ എന്താണെന്ന് നമുക്ക് എഴുതാം. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, പിന്നെ അതുപോലെ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ എഴുതാട്ടോ. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന പോയിന്റുകൾ ഇതൊക്കെ എഴുതാം. ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ, സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. പിന്നെ ഈ ഫോഴ്സസ് ഉണ്ട്, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ് ഉണ്ട്, ലൈഫ് സൈക്കിൾ ഫോഴ്സസ് ഉണ്ട്, ഡൊമൈൻസ് ഉണ്ട്. ഇത്ര ഡൊമൈൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ലൈഫ് സ്പാനിൽ എഴുതാട്ടോ. നിങ്ങൾ ഈ ഒരു ഹെഡിങ് കണ്ടിട്ട് അത് മാത്രം എഴുതി വയ്ക്കാൻ പാടുമെന്നൊന്നുമില്ല. നമുക്ക് ലൈഫ് സ്പാനിൽ അറിയാവുന്നത് എന്തൊക്കെയോ അതൊക്കെ എഴുതാം. ഇത്തരം ഡൊമൈൻസ് ഉണ്ട്, ഈയൊക്കെ ഏരിയാസിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾക്ക് എല്ലാവരും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ കണ്ടോ, ഇതുപോലെ ആദ്യം പറഞ്ഞുതരാം. ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ എഴുതി, ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ആർഗ്യൂസ് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് മോഡിഫിക്കേഷൻ ടേക്സ് പ്ലേസ് ത്രൂഔട്ട് ലൈഫ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസ് ഇൻ മൾട്ടി ഡയമെൻഷൻ. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് എഴുതാം. കണ്ടോ, താഴോട്ട് എഴുതാം. മൾട്ടി ഡയമെൻഷണൽ, ഇതൊരു പോയിൻ്റായിട്ട് എഴുതി. ഇനി അടുത്ത താഴെ മൾട്ടി ഡയറക്ഷണൽ, പിന്നെ അതിൻ്റെ താഴെ പ്ലാസ്റ്റിക്, മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് കോണ്ടെക്സ്ച്വൽ ഫാക്ടേഴ്സ്. അതിൽ തന്നെ 3 എഴുതി. ഏതൊക്കെ? ഏജ് ഗ്രേഡഡ്, ഹിസ്റ്ററി ഗ്രേഡഡ്, പിന്നെ നോൺ നോർമാറ്റീവ് ഇൻഫ്ലുവൻസസ്. അങ്ങനെ താഴോട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് പിന്നെ അതിനെ ഡിഫൈൻ ചെയ്ത് എഴുതുക. ആദ്യത്തെ 1 എന്ന് കൊടുത്തു, ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് എഴുതി. അതിനെക്കുറിച്ച് പോയിൻ്റായിട്ട് താഴോട്ട് എഴുതി. പേജ് കിട്ടാനുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് എന്തൊക്കെ എഴുതാനുണ്ടോ അതൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു 6-7 പേജ് തികയ്ക്കണ്ടേ? ഓക്കെ അല്ലേ? ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? ഓക്കെ അമ്മ. അപ്പം നാളെ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ. നാളെ ഇല്ലേ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? അതെ. ഓക്കെ, അപ്പം ഇനി തിങ്കളാഴ്ച തുടങ്ങാം, സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാം. അപ്പം ഞാനിന്ന് നോട്ടും ക്ലാസ്സൊക്കെ ഇന്ന് അപ്ലോഡ് ചെയ്യാം. ഇന്നലത്തെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ തിങ്കളാഴ്ച കാണാം. ഓക്കെ.
അതുവരെ ഒന്നും കൂടി നോക്കുക, വായിച്ചൊക്കെ ഒന്നും കൂടി നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക, ഏത് രീതിയിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. ശരി. താങ്ക് യു. താങ്ക് യു മാം.